ഗൗരി രുദ്രാക്ഷം ഭാഗം 7. രചന അവതരണം കാവ്യാഭിമാൻ. ഗൗരി തറവാട്ടിലേക്ക് മടങ്ങിയെത്തി റൂമിലേക്ക് പോകാൻ തുടങ്ങിയവളെ കടുത്ത ശബ്ദത്തിൽ വിളിച്ചു കാരണവർ ശങ്കരനാരായണൻ. ഞെട്ടലോടെ നിന്നവൾ മുത്തച്ഛനെ തിരിഞ്ഞു നോക്കി. പിന്നെ അടുത്തേക്ക് നടന്നു. "നീ എപ്പോഴാണ് ഉറുമിയെടുക്കാൻ പഠിച്ചത്?" അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ അവൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. "എപ്പോഴായാലും ഒരവസരത്തിൽ അറിയും മുത്തച്ഛ. എന്നെ അച്ഛനാണ് പഠിക്കാൻ വിട്ടത്." എന്ത് പറയണമെന്നറിയാതെ ചുറ്റും പരതുമ്പോഴാണ് അവളെ നോക്കി നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടത്. ഉടനടിയവൾ രക്ഷപ്പെടാൻ ഒരു പഴുത് കിട്ടിയതുപോലെ അച്ഛൻ്റെ മേലേക്ക് ആ ഭാരം വെച്ച് കൊടുത്തൊഴിഞ്ഞു മാറി. "മഹാദേവാ." മകൾ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ നിന്ന അദ്ദേഹം അച്ഛൻ വിളിച്ചത് കേട്ട് അങ്ങോട്ടേക്ക് നോക്കി. "നീ എന്തിനാണ് രഹസ്യമായി നിന്റെ മകളെ ഉറുമി പഠിക്കാൻ വിട്ടത്?" ആ ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ മകളെ ദയനീയമായി നോക്കിയപ്പോൾ കണ്ണ് ചുരുക്കി രക്ഷിക്കെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടവൾ. "അത് അച്ഛാ, അവളൊരാഗ്രഹം പറഞ്ഞപ്പോൾ." "പിന്നെ ഇന്നതുകൊണ്ട് ഉപയോഗമുണ്ടായില്ലേ?" അദ്ദേഹം പരുങ്ങലോടെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മുത്തച്ഛനും ഒന്നും മിണ്ടിയില്ല. ഗൗരി പാവത്തിനെപ്പോലെ റൂമിലേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് കണ്ടതും "എൻ്റെ മോളായിപ്പോയി." പിറുപിറുത്ത് കൊണ്ട് മഹാദേവൻ റൂമിലേക്കങ്ങ് പോയി. റൂമിലേക്ക് ചെന്ന ഗൗരി കുളിയും കഴിഞ്ഞ് നേരെ ചെയ്യാനുള്ള വർക്കിലേക്ക് കടന്നു. ലാപ്ടോപ്പ് തുറന്ന് ഡിസൈൻ സ്കെച്ചുകളിൽ മുഴുകിയിരുന്നു. ഓരോ വരയും നിറവും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ പുറത്തുള്ള ലോകം അവൾ മറന്നുപോയി. കോളേജിലെ പ്രോജക്റ്റിനായി തയ്യാറാക്കുന്ന കളക്ഷനായതുകൊണ്ട് ഒരു ചെറിയ പിഴവ് പോലും വരരുതെന്ന നിർബന്ധം അവൾക്കുണ്ടായിരുന്നു. സമയം എത്ര കഴിഞ്ഞെന്ന് പോലും അവൾ അറിഞ്ഞില്ല. ടക് ടക്. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ തലയുയർത്തിയത്. "ആരാ?" "ഞാനാടി, നിന്റെ അച്ഛൻ." വേഗം എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ മഹാദേവൻ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി നിൽക്കുകയായിരുന്നു. "ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, ആദ്യം ഇത് കുടിക്ക്." ഒരു ചെറു പുഞ്ചിരിയോടെ ഗൗരി ഗ്ലാസ് വാങ്ങി. "സോറി അച്ഛാ, ഇന്ന് ഞാൻ കാരണമാണ് അച്ഛന് മുത്തച്ഛൻ്റെ മുന്നിൽ കള്ളം പറയേണ്ടി വന്നത്." ഗൗരി പറഞ്ഞതും മഹാദേവൻ അവളുടെ തോളിൽ സ്നേഹത്തോടെ തട്ടി. "എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ചെറിയൊരു കള്ളമാണത്. പക്ഷേ ഇനി മുതൽ ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്." അദ്ദേഹം പറഞ്ഞതും "ഇല്ല അച്ഛാ, ഇനി മറയ്ക്കില്ല." ഗൗരി തലകുനിച്ചു. "പക്ഷേ." മഹാദേവൻ ഒന്ന് നിർത്തി. "ഇന്ന് നീ ആ ഉറുമി കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നിയത്. പേടിയും തോന്നി, ഒരു ചെറിയ പിഴവ് വന്നിരുന്നെങ്കിൽ." അത് കേട്ട് ഗൗരി അച്ഛൻ്റെ കൈ പിടിച്ചു. "എനിക്കൊന്നും സംഭവിക്കില്ല അച്ഛാ, ഞാൻ സൂക്ഷിച്ചോളാം." വേഗം ജോലി തീർത്ത് താഴേക്ക് വാ, അമ്മ ഭക്ഷണം വിളമ്പാൻ കാത്തിരിക്കുകയാണ്." "ശരി." മഹാദേവൻ പുറത്തേക്ക് പോയതും ഗൗരി വീണ്ടും ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു. എന്നാൽ മനസ്സ് മുഴുവൻ ഡിസൈനിലായിരുന്നില്ല. മുത്തച്ഛൻ ഒന്നും പറയാതെ മിണ്ടാതിരുന്നത് അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഇത്ര എളുപ്പത്തിൽ മുത്തച്ഛൻ ഈ വിഷയം വിട്ടുകളഞ്ഞോ? അതോ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ആ ചിന്ത അവളുടെ മനസ്സിൽ ഒരു ചെറു ഭയം വിതച്ചു. ഇതേസമയം കരിമ്പനയ്ക്കൽ തറവാട്ടിലുള്ളവരുടെയൊക്കെ ചർച്ച ഗൗരിയെപ്പറ്റിയും അവളുടെ പ്രകടനത്തെപ്പറ്റിയുമൊക്കെ ആയിരുന്നു. "എൻ്റെ ലക്ഷ്മി, ആ പെങ്കൊച്ച് നമ്മുടെ രുദ്രൻ്റെ കൂടെ പിടിച്ചു നിന്നല്ലോന്നാ." രുദ്രൻ്റെ അമ്മയായ ലക്ഷ്മിയോട് അനുജൻ്റെ ഭാര്യ സീത ഗൗരിയുടെ പ്രകടനമോർത്ത് പറയുമ്പോൾ ലക്ഷ്മിയമ്മയും ചിന്തിച്ചത് അത് തന്നെയായിരുന്നു. "ഞാനും ഓർത്തു ശിവദത്തനാകും ഇറങ്ങുകയെന്ന്. ഒരു പെണ്ണാകും ഇറങ്ങുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല." എല്ലാവരും കഴിച്ച ശേഷം പാത്രങ്ങൾ ഓരോന്നും എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചവർ സംസാരിക്കുമ്പോഴാണ് ജാനകിയമ്മ അവിടേക്ക് വന്നത്. "ഇനിയും കിടക്കാൻ നേരമായില്ലേ ലക്ഷ്മി? പിള്ളേരൊക്കെ കിടന്നോ?" ജഗ്ഗിൽ നിറച്ച വെള്ളവും എടുത്തവർ രണ്ടുപേരെയും നോക്കി. "പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കി ദാ കിടക്കാൻ പോകുക." അടുക്കളയിൽ ലൈറ്റ് ഓഫ് ചെയ്തു സീത പുറത്തേക്ക് വന്നു. പിന്നാലെ കുടിക്കാനുള്ള വെള്ളവും എടുത്ത് ലക്ഷ്മിയമ്മയും. "പിള്ളേരൊക്കെ എപ്പോഴേ കിടന്നു? നാളെ എല്ലാവരും ഹോസ്റ്റലിലും ജോലിക്കും ഒക്കെ പോകുകയല്ലേ. അതോടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആളും അനക്കവും ഒക്കെ അങ്ങ് പോവും." കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞതും ജാനകിയമ്മയുടെയും മുഖം മങ്ങി. "രുദ്രൻ നാളെ ബാംഗ്ലൂർക്ക് പോകുന്നെന്ന്. എന്തോ ആവശ്യത്തിനാണ്." ജാനകിയമ്മയെ റൂമിലേക്ക് കൊണ്ടാക്കി തിരികെ നടക്കുമ്പോഴാണ് ലക്ഷ്മിയമ്മ പറഞ്ഞത്. രഘുവേട്ടൻ പറഞ്ഞിരുന്നു, ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ കാര്യത്തിനാണ്.
അവനല്ലേ ഇപ്പോൾ അതൊക്കെ നോക്കുന്നത്. സീത സോഫയിലേക്കിരുന്ന് നടുനിവർത്തി. അത് കാരണം ഇപ്പോൾ എപ്പോഴും യാത്ര തന്നെയാ അവന്. നാളെ കഴിഞ്ഞ് രജനിയും നന്ദനും വരുന്നുണ്ടെന്ന്. ഉത്സവത്തിന് ലീവ് കിട്ടിയില്ലാത്രേ. തിരക്കാകും. ഞാൻ കിടക്കാൻ പോകുക. രാവിലെ എഴുന്നേൽക്കണ്ടേ. ഏറെ നേരം രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ച ശേഷം ലക്ഷ്മിയമ്മ മുറിയിലേക്ക് കയറാൻ തുടങ്ങി. ഏട്ടത്തി പതിയെ എഴുന്നേറ്റാൽ മതി പറഞ്ഞുകൊണ്ട് സീതയും റൂമിലേക്ക് പോയി. അർദ്ധരാത്രിയിൽ എപ്പോഴോ ഉറക്കത്തിൽ കിടന്ന രുദ്രൻ ഞെട്ടി ഉണർന്നു. ശ്വാസം വല്ലാതെ ഉയർന്നിരുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഇതെന്താ ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്? അവൻ സ്വയം പിറുപിറുത്തു. കണ്ണടയ്ക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ. അടുത്തായി നെഞ്ചിൽ കത്തിത്തറച്ച രൂപത്തിൽ വീണ് കിടക്കുന്ന ഞാനും. പിന്നീട് കിടന്നിട്ടും ഉറക്കം വന്നതേയില്ല. തലയൊന്നു കുടഞ്ഞവൻ തുറന്നിട്ടിരിക്കുന്ന ജനലരികിൽ ചെന്ന് നിന്ന് എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ്റെ കാതുകളിൽ ആ ശബ്ദം പതിഞ്ഞത്. ഞെട്ടലോടെ അവൻ ആദ്യം നോക്കിയത് നാഗക്കാവിലേക്കാണ്. തുടരും. കൂട്ടുകാരെ, സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.